Okay, done. Take rest for some time. How's it going? Yeah, good. Hey, see the clicks? I like this. It's super. I like it too. This is better. സഞ്ജു സഞ്ജു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സഞ്ജു ഐ എം പ്രഗ്നന്റ്. What? ഞാൻ പ്രഗ്നന്റ് ആണ്. നീ എന്താ ആളെ കളിയാക്ക? ഈ ബർഗർ കഴിക്കുന്നെന്ന് പറയുന്ന പോലെ കൂളായിട്ടാണല്ലോ നീ പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ നിലവിളിച്ച് ബളം വെച്ച് പറയണോ ഞാൻ ഗർഭിണിയാണെന്ന്? സഞ്ജു, യു ഫിനിഷ് ദ ഷൂട്ട്. നമുക്കൊരു ഇടം വരെ പോകണം. So, congratulations, Adra. You're pregnant. ഓക്കെ. ഓക്കെയോ? എന്തൊക്കെ? ഞാൻ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞത് ഒരു ഫോർമാലിറ്റിക്ക് മാത്രമാണ്. ഞാൻ വിചാരിച്ചു സെക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുമായിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എമർജൻസി പില്ല് കഴിക്കുന്നത് മിഠായി കഴിക്കുന്ന ലാഘവത്തിലാണല്ലോ. പിറ്റേ ദിവസം എൻ്റെ അമ്മൂന്ന് വീണു, കൈ ഒടിഞ്ഞു. അമ്മേനെ നോക്കുന്ന തിരക്കിൽ ഞാൻ ആ പില്ല് കഴിക്കാൻ മറന്നു. എപ്പോഴാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഐ ഹാവ് നോട്ട് ഈവൻ ടോൾഡ് ഹിം. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. യു ആർ 32. കല്യാണം കഴിക്കുകയാണെങ്കിൽ യു ക്യാൻ കീപ് ദ ബേബി. അതിന് കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അബോർട്ട് ചെയ്യാനാണോ ഉദ്ദേശം? വെൽ, ആതിരയ്ക്കിപ്പോൾ 1.5 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ പ്രൊസീജിയറൊന്നും വേണ്ട. ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം. ഇത് രാത്രി കഴിച്ചാൽ മതി. 2 ദിവസം നല്ല പെയിൻ ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ. താങ്ക്സ്. ആതിര, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ കല്യാണം അത്ര ഭീകര പ്രശ്നമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വെറുതെ കൊല്ലണ്ടല്ലോ. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു ഇത്രയൊക്കെ ഒപ്പിച്ചെന്ന്. എത്ര വലിയ ഫ്രണ്ട് ആച്ചാലും ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. എന്നാ പിന്നെ നിനക്ക് അവനോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇല്ല. ഇല്ലേ? എന്തില്ലാന്ന്? നീ നിന്റെ വെപ്രാളം ഒന്ന് നിർത്തൂ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. Are you in love with him? It was just one night. നിന്റെ അമ്മയ്ക്ക് അറിയോ ഇത്? No. പാവ ആന്റി ഇതറിഞ്ഞ എത്ര സ്ട്രെസ്ഡ് ആവും. നീ എപ്പോഴാ ആന്റിയോട് പറയുന്നത്? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ ആദ്യം? കേൾക്കുന്നുണ്ട്. നിന്റെ വെപ്രാളം കണ്ടാ തോന്നും നീയാ പ്രഗ്നന്റ് എന്ന്. Yeah, I'm tensed. സത്യം പറഞ്ഞ എനിക്കിപ്പോ നിന്നോട് ലേശം അസൂയ. ഞാനവന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്തതാ. What? കുറച്ച്, പക്ഷെ അവൻ വീണില്ല. പക്ഷെ അന്ന് എനിക്കറിയില്ലല്ലോ അവൻ നിന്റെ കൊച്ചിന്റെ അച്ഛനാവാൻ പോവാന്നുള്ളത്. സാധനം കയ്യിലുണ്ട്. ആകെ ഒരെണ്ണുള്ളൂ ബ്രോ, തരാൻ പറ്റില്ല. എനിക്ക് വേണ്ട. What? Just one? Oh. അറിയാം. എന്തിന്? അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവള് പറയില്ല. She's planning to keep the baby. मेरे करीब आके बस जाए ना तू. मेरे करीब आके
ഹാവ് ടു ടെൽ യു സംതിങ്. പറഞ്ഞോ. ഐ എം പ്രഗ്നന്റ്. ലെറ്റ്സ് ഗോ ഹോം ആൻഡ് സ്പീക്ക്. ഒരു ചായ കുടിച്ചാലോ? വാണിയുടെ കല്യാണത്തിന് വെച്ച് കണ്ടതാ. അനന്ത് എബ്രഹാം ഈസ് എ മ്യൂസിഷ്യൻ. അതിന് നീ ഒരു ദിവസമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? ഒരു ദിവസം. നിനക്കതൊക്കെ തമാശയാണോ? അമ്മ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഹൗ കൻ യു ജസ്റ്റ് സേ ദാറ്റ് ദിസ് ജസ്റ്റ് ഹാപ്പൻ? നിനക്കറിയാലോ, സാധാരണ അമ്മമാരെ പോലെ അല്ല ഞാൻ. എനിക്കെല്ലാം മനസ്സിലാവും. ഐ നോ ദാറ്റ് ദ വേൾഡ് ഹാസ് ചേഞ്ച്ഡ് ആദി. അമ്മ ടീ തകൊളി. താങ്ക് യു അന്ന. ആദി, നമുക്ക് ഇന്ന് തന്നെ ഒരു ഡോക്ടറിനെ പോയി കാണണം. ഞാനൊരു ഡോക്ടറെ കണ്ടു. അവരെനിക്ക് അബോർഷൻ പില്ലും തന്നു. പിന്നെ നീ അതൊന്നും കഴിച്ചില്ലേ? ഇല്ല, എനിക്ക് ഈ കുട്ടിയെ വേണം. സോ ആർ യു ഗെറ്റിംഗ് മാരിഡ്? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ്. എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും താല്പര്യമില്ല. പിന്നെ എന്തിനു ഞാൻ കല്യാണം കഴിക്കണം? അമ്മ തനിച്ചല്ലേ എന്നെ വളർത്തിയത്. പക്ഷെ നീ ജനിച്ചപ്പോ ഞാനും നിന്റെ അച്ഛനും ലീഗലി മാരിഡ് ആയിരുന്നു. ഇപ്പോഴും പേരിനെങ്കിലും അങ്ങനെയാണ്. നിനക്ക് ഈ കുട്ടിയെ വേണമെന്ന് എന്താ ഇത്ര വാശി? ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ അഡോപ്റ്റിംഗ് എ ചൈൽഡ്. ബട്ട് ദിസ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഫോർ എ ലൈഫ് ടൈം. എനിക്കറിയാം അമ്മ. എനിക്കറിയേണ്ടത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാ. ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും. പാടാൻ പറ്റുന്നില്ല. എന്നാച്ചു മച്ചാ, നീ ആ പ്രശ്നത്തിൽ ഇതുവരെ വിട്ടുപോയില്ലേ? ഇതൊക്കെ നോർമലാണ്. നീ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. നിന്റെ അപ്പനെ ഇത്ര വലിയ റബ്ബർ മോലായിട്ടും സമയത്ത് നീ റബ്ബർ മറന്നില്ലേ? അതല്ലേ പണിക്ക് കിട്ടി. നിനക്കൊക്കെ തമാശ. ഐ എം ഷൂട്ടിംഗ് ബ്രിക്സ് മാൻ. നീ ഒരു കാര്യം ചെയ്യ്, അവളോട് അത് അബോട്ട് ചെയ്ത് കളയാൻ പറയും. അതാണ് പ്രശ്നം. അവളാണെങ്കിൽ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചിരിക്കാൻ. അതിനവള് നിന്നെ നിർബന്ധിക്കുന്നുണ്ടാ കല്യാണത്തിന്? മോനെ അതിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അവള് പ്രഷറൈസ് ചെയ്യില്ല. പക്ഷെ അവളുടെ ഫ്രണ്ട് വന്ന് എന്നോട് പറഞ്ഞു. അവൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താണ് പ്രശ്നം? എന്താ പ്രശ്നം എന്നോ? വാട്ട് നോൺസെൻസ് യു ഗൈസ് ആർ ടോക്കിംഗ്. നിനക്കെന്തിനാണ് ഇത്ര വലിയ കുറ്റബോധം? നീ അവളെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ലോ. യു ബോത്ത് ആർ റെസ്പോൺസിബിൾ. ഹലോ, എന്താ ഇത്ര വലിയ പ്രശ്നം? നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട് കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ രക്ഷിക്കുകയാണെന്ന്. എന്തൊരു പേടിത്തൊണ്ടന്മാരാ നിങ്ങള്. യു നോ വോട്ട്, എനിക്കിപ്പോ അവളോട് ബഹുമാനം തോന്നാ. കാരണം അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യം പോലുള്ളെന്ന് അവക്ക് നല്ല ബോധ്യമുണ്ട്. ഓ കം ഓൺ, ഈ സ്ത്രീശക്തി മൂവ്മെന്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമോ? ഓക്കേ, സ്റ്റോപ്പ് ഓൾ ദിസ്. ലെറ്റ്സ് ഫോക്കസ് ഓൺ ദ സോങ്. I need a break. You guys continue. നീ എവിടെ ഇരിക്കണേ? കാണാനില്ലല്ലോ. ഒരു ഏജൻസി മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് വന്നിരിക്കുക. Tell me where you are. Why? Waiting for Sanjana? എന്തിനാ ഇത്ര ഡ്രാമ? കാണുന്നെന്ന് പറഞ്ഞാ പോരായിരുന്നോ? What's the deal? എല്ലാത്തിനും ഉത്തരം തരേണ്ട ആവശ്യമില്ലല്ലോ. Excuse me, ma'am. Please take your seat. Tell me, why do you want this baby? Sir, order please, sir. One ultra strong espresso for me and one cappuccino for the lady. Okay, sir. അത് വേണ്ട. Just make an orange juice for her. Okay, sir. Thank you. Thank you, sir. Excuse me? Yes, ma'am. Can you ask me what I want? Oh, sorry, ma'am. Cancel that. Okay. What do you want, ma'am? One orange juice. ഓക്കെ, ഇപ്പൊ പറ, നിനക്ക് എന്തിനായി കുട്ടി? അതെന്റെ തീരുമാനം. ഇറ്റ്സ് മൈ ബോഡി, മൈ ചോയ്സ്. പക്ഷേ ഇത് എന്റെയും കുട്ടിയാണ് ആതിര. തനിക്ക് ഉറപ്പുണ്ടോ? Listen, Abraham, I don't believe in this relationship drama. So what's your problem? എന്റെ പ്രോബ്ലം ഇത്രേ ഉള്ളൂ. എനിക്ക് എന്റെ കുട്ടി ജീവിതകാലം മൊത്തം ഒരു ബാസ്റ്റർഡായിട്ട് ജീവിക്കുന്നത് കാണാൻ പറ്റില്ല. ഓക്കെ ശരി, ഞാൻ ചോദിക്കുന്നവരോടൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനാ ചെയ്തതെന്ന് പറഞ്ഞാൽ പോരെ? യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ഡു യു? മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാം ഇറ്റ്സ് മൈ ബേബി. ആതിര, വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അതിന് ഞാൻ തന്നോട് ഈ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ പറഞ്ഞില്ലല്ലോ. ഐ എം പെർഫെക്റ്റ്ലി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദിസ് ചൈൽഡ് ബൈ മൈ സെൽഫ്. ലെറ്റ് മീ മേക്ക് തിങ്സ് ക്ലിയർ, ഓക്കെ? എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്കതിന് പറ്റില്ല. പിന്നെ തന്റെ ഡ്രാമയൊക്കെ അതിനു വേണ്ടിയാണെങ്കിൽ ഐ എം റിയലി സോറി. യു നോ, ലിസൺ ടു മീ ലൗഡ് ആൻഡ് ക്ലിയർ. എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ ഒരു ഉദ്ദേശമില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. എക്സ്ക്യൂസ് മീ, ജസ്റ്റ് പുട്ട് ദാറ്റ് ഡൗൺ. Sorry. Don't you dare order me around, Abraham. This conversation is over. ഹലോ, എന്താ ഒരു ഡിപ്രഷൻ?
എടാ ആ ഫക്കച്ചൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല പറഞ്ഞാൽ എന്നെ വിളിച്ചോണ്ടിരിക്കാനുള്ള. നീ എന്താ ഫോൺ എടുക്കാത്തെ? സൗകര്യമില്ല എനിക്ക്. ആരും തിന്നല ദേശത്തിനാണല്ലോ. നല്ല പോർച്ചിലി ഉണ്ട്, പോർച്ചിലി ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഒന്നുകൂടി ഒന്ന് വേവാണ്ട് ഇതും ഒരു ചില്ലുബിയറും അടിച്ചോ, നിന്റെ എല്ലാ പ്രശ്നവും കുതാകവാ. ജീവിതം നായ നക്കിയിരിക്കാം ആ വൃത്തികെട്ടൽ കാരണം. ഏതാവള്? കുറച്ച് സ്ട്രോങ് എന്തിനുണ്ടോ? കുറച്ച് മണ്ണെണ്ണ ഇരിപ്പുണ്ട് വേണ മിണ്ടാണ്ടിന്ന് അടിച്ചക്ക. അളിയാ എന്തോ ഇട്ടടാ? ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവില്ല. അവൾക്ക് കുട്ടിയെ വേണം, എന്നാ കല്യാണം കഴിക്കാനും വയ്യ. മോനെ ഇതൊരു ലോട്ടറി അല്ലേ, ഇതിലും നല്ലൊരു അവസ്ഥ ഏതെങ്കിലും ഒരാണ് വരാണ്ടോ? നീ എന്തിനാണ് വെറുതെ സീനാക്കണേ? അത് നീ പറയണത്ര ഈസി അല്ല വെഞ്ചി. പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു സ്മോൾ ടൗണിൽ നിന്ന് വന്ന ആൾക്ക് തീരെയല്ല. എടാ അവൾക്ക് ഇത് ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ പ്രോബ്ലം എന്താ? ഡെയിലി ഓരോ പെണ്ണ വളക്കുന്ന നിന്റെ വായിന്ന് ഇത്രയും മോറലിസ്റ്റിക് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിയാ വരുന്നു. നീ ഇന്ന് വരെ ഏതെങ്കിലും ഒരു പെണ്ണെ സ്നേഹിച്ചിട്ടുണ്ടോ സീരിയസ് ആയിട്ട്? ഇത് അതുപോലെ അല്ലടാ, ഇതിലൊരു കുട്ടി ഇൻവോൾവ് ആണ്. ആൻറ്റി മോനെ വലിയ അമേരിക്കയിൽ പോയി പഠിച്ചാലും നീ ഇപ്പോഴും ആ പഴയ കോട്ടയം കുഞ്ഞച്ചനെ. എടാ ലോകമൊക്കെ ഒരുപാട് മാറി, പെണ്ണുങ്ങൾ അതിനേക്കാൾ മാറി. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കല്യാണം വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കണം, കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണം, അങ്ങനെ ഓരോരോ വട്ടുകളാ. നമ്മളെ ആണുങ്ങൾ പോലും ഇപ്പൊ അവർക്ക് ആവശ്യമില്ല. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിന് അവളെ ആർക്ക് വേണം? അവളുടെ കൂടെ ജീവിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അവനോ അവക്കോ എൻ്റെ സർനെയിം മസ്റ്റായിട്ടുണ്ടായിരിക്കണം. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ പോയി അവളെ കേട്ട്. നിന്നോട് ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? നിനക്കറിയാലോ എൻ്റെ കരിയർ, മൈ ഫ്യൂച്ചർ. ഇതിൽ നിന്ന് എങ്ങനെ ഊരാൻ നോക്കുമ്പോഴാ നിന്റെ ഒരു വളിച്ച സജഷൻ. യു നോ വാട്ട്, അപ്പൊ നീ നിന്റെ പാന്റിന്റെ സിപ്പ് കൺട്രോൾ ചെയ്യണമായിരുന്നു. ഒരു ഐഡിയ, നീ അവളെ കല്യാണം കഴിക്ക്. എന്ത്? എന്നിട്ട് ഡിവോഴ്സ് ചെയ്തോ? മനസ്സിലായില്ല. എടാ നീ ആദ്യം അവളെ കല്യാണം കഴിക്കും, എന്നിട്ട് കുട്ടി ജനിച്ചതിന് ശേഷം ഡിവോഴ്സ് ചെയ്തോ. കുട്ടിക്ക് നിന്റെ എന്താ സർനെയിമും കിട്ടും, അവൾക്ക് അവളുടെ വഴി, നിനക്ക് നിന്റെ വഴി, എല്ലാം ഹാപ്പി അല്ലേ? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ റെഡിയൊന്നുമല്ല. അവളോട് എന്നെ കെട്ടാൻ പറയേണ്ട ആവശ്യം എനിക്കില്ല. ആൻറ്റി മോനെ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു സാധാരണക്കാരനാ, ഒരു പാലക്കാരനാ അച്ചായൻ. സോ നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നീ ആലോചിച്ചിട്ട് അത് ചെയ്യും.